വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീ ഫ്ലോ ഒരു ഓപ്ഷൻ അല്ലല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രൊജക്റ്റ് ഒരു വലിയ പ്രോജക്റ്റാണ്. വീടെന്ന് പറയുന്നത് കേരളത്തിലെ അടുത്ത ഏറ്റവും വലിയ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരാളുടെ വീടാണ്. ഞാനൊരു 3 മാസമായി, അദ്ദേഹം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ മീറ്റിംഗ് ദുബായിൽ വെച്ച് നടന്ന് അടുത്ത മീറ്റിങ്ങിനുള്ള സമയം മിനിഞ്ഞാന്ന് നിശ്ചയിച്ച് ഞാൻ 25-26 തീയതി വീണ്ടും ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീട് ചെയ്യുന്ന അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന് ഞാനിപ്പോൾ 2 ഓപ്ഷൻ വരച്ച് 2 ഓപ്ഷനിൽ പുള്ളി ഹാപ്പിയാണ്. പക്ഷെ 2ൽ ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കൺഫ്യൂഷനിൽ പുള്ളി നിൽക്കുകയാണ്. ഇനി അടുത്ത ഓപ്ഷൻ ഒന്നും കൂടി ഇപ്പോൾ നാളെ മറ്റന്നാൾ വീണ്ടും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കിയിട്ട് 3 ഓപ്ഷൻ മുമ്പിൽ നോക്കും. ഇത് ചിലപ്പോൾ 50,000, 60,000, 70,000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നത് മാത്രമല്ല 2,000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നവനും ഇതേ ആഗ്രഹമാണ്. ഇപ്പം മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഉറക്കാതിരിക്കുക. ഞാൻ ഇപ്പോൾ വീണയും ഞാനും കൂടി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ വീണയുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ക്ലയൻറ്റിന് വേണ്ട സംഭവങ്ങൾ ഇന്നതാണെന്ന് ഞാൻ കരുതി നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാര്യം വീടെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കൊമേഴ്സ്യലിനേക്കാൾ റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീടാണ്. വീടെന്ന് പറയുന്നത് സ്വപ്നമാണ്. സ്വപ്നം കാണുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും ദുഃഖവും ഒക്കെ. അപ്പോൾ സ്വപ്നങ്ങൾ എപ്പോഴും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വപ്നമാണ് ഭവനം, സ്വപ്നഗൃഹം എന്നാണ് ഞാനെപ്പോഴും പറയാറ്. അപ്പോൾ സ്വപ്നഗൃഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ സ്വപ്നം കാണുന്നതിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ട്രാവലറിൻ്റെ ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും.